ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നടക്കുകയാണല്ലോ. 65 ലക്ഷം പേർ വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്തവരെന്ന് കണ്ട് ഒഴിവാക്കി. ഇതിനെതിരെ പരാതി കൊടുക്കാനുള്ള അവസാന ദിവസം ഈ 31-ാം തീയതി കഴിയുകയാണ്. 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ സുപ്രീം കോടതി 22-ാം തീയതി കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി രസകരമായൊരു കാര്യം പറഞ്ഞു. ഈ 65 ലക്ഷം പേരെ നീക്കിയിട്ട് ഇതുവരെ പരാതി വിട്ടിരിക്കുന്നത്, പരാതിക്കാരായി വന്നിരിക്കുന്നത് 2 പേരാണ്. 2 പേർ. സുപ്രീം കോടതി അത്ഭുതപ്പെടുന്നു. എന്താണ് 2 പേർക്ക് പരാതിയുള്ളൂ? അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ബീഹാറിലെ എല്ലാ പാർട്ടികളും ഈ കേസിൽ കക്ഷിയാവുക. എന്നിട്ട് നിങ്ങളുടെ BLA-മാർ, പാർട്ടി പ്രവർത്തകരൊക്കെ പോയിട്ട് ഇവരെ കാണണം. എന്നിട്ട് ഒരു BLA ബൂത്ത് ലെവൽ ഏജന്റ് 10 പേരെ വീതം കാണുക. അങ്ങനെ 1,60,000 BLA-മാർ ആളുകളെ ഒരാൾ 10 പേരെ വെച്ച് കണ്ടാൽ 4-5 ദിവസം കൊണ്ട് ഈ 65 ലക്ഷം പേരെയും വെരിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് ശരിയാണോ ഇല്ലയെന്ന്. കാരണം സുപ്രീം കോടതിക്കും വിഷമം 65 ലക്ഷം പേരെ നീക്കിയിട്ട് 2 പേരെ പരാതിക്കാരുള്ളൂ. അപ്പോൾ 65 ലക്ഷം പേരെ നീക്കിയത് ജനുവിനാണ്, യാഥാർത്ഥ്യമാണ്, അല്ലേ? കള്ള വോട്ടർമാരാണ്. ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്, ബംഗ്ലാദേശികൾ ഈ വോട്ടർ പട്ടികയിൽ നിറയെ ഉണ്ടായിരുന്നു, പാകിസ്ഥാനികൾ ഈ വോട്ടർ പട്ടികയിലുണ്ട്. പാകിസ്ഥാനികളുണ്ട്. 2 സ്ത്രീകൾ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇതിലുണ്ട്. ഇമ്രാന ഖാനും ഒരു സ്ത്രീ, 30 വർഷമായിട്ട് അവരുടെ താമസിക്കുക. 56 മുതൽ 30 ഫിർദൌസിയ ഖാനും എന്ന് പറഞ്ഞിട്ട് 2 സ്ത്രീകൾ ഈ വോട്ടർ പട്ടികയിലുണ്ട്. 1956 ഇവര് താൽക്കാലിക വിസയിൽ വന്നതാണ്. ഒരു സ്ത്രീ 3 വർഷത്തെ താൽക്കാലിക വിസ, ഒരു സ്ത്രീ 3 മാസത്തെ താൽക്കാലിക വിസ. ഇതിൽ ഇമ്രാന ഖാനൂമിന് കുറച്ചു കാലം സർക്കാരിൽ ജോലി ഉണ്ടായിരുന്നു. അത് ശരി. പാകിസ്ഥാനിക്ക് ഇവർക്ക് ആധാർ കാർഡും ഒക്കെ ഇവർക്ക് 2 പേർക്കും ഉണ്ട്. ഇത് ഭാഗൽപൂരിൽ, ബീഹാറിലെ ഭാഗൽപൂരിലാണ് ഇവരെ 2 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇമ്രാന 1956 3 വർഷത്തെ വിസയ്ക്ക് വന്നു. ഫിർദൌസിയ 3 മാസത്തെ വിസയ്ക്ക് വന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇവർ 2 പേരും പിടിച്ച് പുറത്താക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിന്. അപ്പോൾ പാകിസ്ഥാൻ പാസ്പോർട്ടിലാണ് ഇവർ 2 പേരും വന്നിരിക്കുന്നത്. ഈ സംഭവം ശരിയാണ്, ഇവർ പാകിസ്ഥാനികളാണ് എന്നുള്ളത് BLO ഫർസാന ഖാനോ, അവരുടെ പേര് ഫർസാന ഖാനോ, BLO, അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ നോട്ടീസ് സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്, ഈ മാസം. ഇമ്രാനയ്ക്കാണ് സർക്കാർ ജോലി ഉണ്ടായിരുന്നത്. ഇവരെത്ര തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ധാരണയില്ല. ഇതൊക്കെ 56 മുതൽ എത്രയോ ഇലക്ഷൻ നടന്നിരിക്കുന്നു, അല്ലേ? അതെ, 2ാമത്തെ തെരഞ്ഞെടുപ്പ് മുതൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. 1952 ആദ്യത്തെ വോട്ടെടുപ്പ്. അപ്പോൾ അവർ ആദ്യകാലത്ത് തന്നെ വന്ന് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട്. ഭാഗൽപൂരിലെ ഈ കലക്ടർ ഡോക്ടർ നവൽ കിഷോർ ചൗധരിയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ ജില്ലയിൽ ആകെ 24 ലക്ഷം വോട്ടർമാരാണ്. അപ്പോൾ ഓരോ ബൂത്തിലും BLOമാർ ഇത് വെരിഫൈ ചെയ്ത് കൃത്യമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് 2 പാകിസ്ഥാനികളുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. പഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാനികൾ ഇവിടെ ഉണ്ടെങ്കിൽ പുറത്ത് പൊക്കോളണം എന്ന് കേന്ദ്രം ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാജ്യം വിടണമെന്ന്. അപ്പോൾ കുറച്ചുകൂടി ശക്തമാക്കി ബീഹാറിൽ ഈ അന്വേഷണങ്ങളൊക്കെ. ഇപ്പോൾ ബീഹാറിലും മറ്റേ പരിശോധന നടക്കുകയാണല്ലോ, തീവ്ര പരിശോധന. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വരെ 98.2% വോട്ടർമാരുടെയും രേഖകൾ കിട്ടി. 98.2%. അതെ. ആകെ ഇനി 1.3% ആളുകളെ രേഖ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഈ രേഖകൾ കൊടുക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇന്ത്യ മുന്നണി വ്യാജ തട്ടിപ്പ് പരിപാടി ആയിപ്പോയി. ഇനി 7 ദിവസം കൂടി ഉണ്ട്, സെപ്റ്റംബർ 1-ാം തീയതി വരെ. ജൂൺ 24 മുതൽ ഓഗസ്റ്റ് 24 വരെ ഉള്ള ഈ റിവിഷൻ്റെ ഇടയ്ക്കുള്ള കണക്കാണ് ഈ പറഞ്ഞത്. 38 ജില്ലകളിൽ ബീഹാറിൽ ഇത് നടന്നു. 1.60 ലക്ഷം BLAമാർ പങ്കെടുത്തു. 90,712 BLOമാരും ഇതിൽ പങ്കെടുത്തു.
എന്യൂമറേഷൻ ജൂൺ 24 മുതൽ ജൂലൈ 25 വരെ ആയിരുന്നു. കരട് പട്ടിക ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ചു. അന്ന് മുതൽ പരാതി എന്തെങ്കിലും സമർപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. സെപ്റ്റംബർ 24 വരെ രേഖകളുടെ പരിശോധന നടക്കും. സെപ്റ്റംബർ 30 അവസാനപ്പെട്ട പട്ടിക പ്രസിദ്ധീകരിക്കും. 3 ലക്ഷം പുതിയ വോട്ടർമാർ 18 വയസ്സ് തികഞ്ഞവർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 3 ലക്ഷം പേര്. കരട് വോട്ടർ പട്ടികയിൽ 7.24 കോടി വോട്ടർമാരാണ് ഉള്ളത്. പരാതിപ്പെടാമെന്ന് പറഞ്ഞിരുന്നല്ലോ, 0.16%. പരാതി ഇല്ല എന്ന് പറയാം. ഇതിനെതിരെയാണ് ഈ പപ്പു ഗാന്ധി ഈ ബഹളം വെച്ച് ഈ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ പ്രസംഗങ്ങളിൽ അതുകൊണ്ട് ഈ പോഴത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന മറ്റേ ചുമന്ന ഭരണഘടന ഉദ്ധരിച്ചിട്ടുള്ള പോഴത്തമാണ്. മറ്റേ വോട്ടിങ്ങിനെ പറ്റിയോ മഹാദേവപുരയെ പറ്റിയോ ഒന്നും വിടുന്നില്ല, മഹാരാഷ്ട്രയെ പറ്റിയോ ഒന്നും അത് തീർന്നു. മറ്റേ ഇയാളുടെ സഞ്ജയ് കുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം വോട്ട് ചോരി അവസാനിച്ചു. സഞ്ജയ് കുമാറിനെതിരെ 2 കേസുകൾ എടുത്തിട്ടുണ്ട്. അതെ, നാസിക്കിലും നാഗ്പൂരിലും 2 കേസുകളും ഉണ്ട്. അപ്പോൾ ഈ റിവിഷൻ, ബീഹാർ മോഡൽ റിവിഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നതിന് സാധുതയും ഉണ്ടായി. ഇതുകൊണ്ട് അല്ല, സാധുത എന്ന് പറഞ്ഞാൽ 2003 വരെ നിരവധി തവണ റിവിഷൻ നടന്നിട്ടുണ്ട്. 2003 ശേഷമാണ് നടക്കാത്തത്. അതിനു മുമ്പ് എത്രയോ നെഹ്റുവിൻ്റെ കാലം മുതൽ വോട്ടർ പട്ടികയുടെ പുതുക്കൽ നടന്നിട്ടുണ്ട്. വോട്ടർ പട്ടിക എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതുക്കും. മാത്രമല്ല, ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അവകാശം ഇന്ത്യൻ പൗരന്മാർക്കേ ഉള്ളൂ. ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടവകാശം കൊടുക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കടമ. അപ്പോൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരനാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട്. അതാണ് ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. അതെ, അതിൽ ഇവര് ഈ കള്ള വോട്ട് ഒരുപാട് ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ്, TMC, തൃണമൂൽ പോലെ. ബംഗാളിൽ ഇനി ഇത് നടക്കുമല്ലോ, അവിടെയും ബഹളം ഉണ്ടാവും. നടത്തില്ല എന്നാണ്. ബംഗാളിൽ ഇപ്പോൾ മറ്റേ കരട് വോട്ടർ പട്ടികയൊക്കെ വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ബംഗ്ലാദേശികളും ബംഗാളിൽ നടത്താൻ സമ്മതിക്കില്ല എന്നാണ് മമത പറയുന്നത്. വോട്ടർ പട്ടികയിൽ ചേർക്കാനും പറ്റത്തില്ല, അതിന് ഒഴിവാക്കാനും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു വലിയ ഭരണഘടനാ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് ചേർക്കാനും വോട്ടർ പട്ടിക പുതുക്കാനും സമ്മതിക്കത്തില്ല, നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക വെച്ച് നടത്തിക്കോണം എന്ന് ഇവരൊരു തിട്ടൂർ ഇറക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ അടുത്ത തുടർ നടപടിയായിട്ട് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഭരണഘടനാ പ്രതിസന്ധിയുണ്ട്. വോട്ടർ പട്ടിക പുതുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇലക്ഷൻ നടത്താൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവും, പ്രതിസന്ധിയാവും. മമതാ സർക്കാരിൻ്റെ അവസാനത്തേക്കുള്ള ഒരു അടിയായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവര് BLOമാരെ കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു നിലപാടെടുക്കേണ്ടി വരും. അതെ, കാരണം അവിടെ നിന്നുള്ള ജീവനക്കാരെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇതുമായിട്ട് നിസ്സഹകരിക്കുകയാണ്, ഞങ്ങളുടെ ജീവനക്കാരെ തരില്ല എന്ന് അവർ നിലപാടെടുക്കേണ്ടി വരും. എങ്കിൽ അത് ദേശവിരുദ്ധമായ നിലപാടായിട്ട് വരും. തെരഞ്ഞെടുപ്പ് അടക്കാൻ പറ്റാതെ വരും. സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം എടുത്ത് വോട്ടർ പട്ടിക പുതുക്കേണ്ടി വരും. അതിലേക്കാണ് കാര്യങ്ങൾ. സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വരും. അതിനല്ലെങ്കിൽ തന്നെ മതിയായ കാരണങ്ങൾ ധാരാളം ഒരുപാട് ഫയലിലുണ്ട്, അതൊക്കെ ഫയലിൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായി ഇത് കോടതി പോയാലും മമതയ്ക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ, കാരണം ബീഹാറിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ പരിശോധിച്ച് മാത്രമല്ല, ഇന്നലെ BJP അമിത് മാളവിയ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വരുന്ന കള്ളവാർത്തയാണ് കോൺഗ്രസ് പറയുന്നത്. ആധാർ രേഖയായിട്ട് സ്വീകരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറയാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കോടതി ലക്ഷ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആധാർ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് പൗരത്വ രേഖയല്ല. പക്ഷേ ഇന്നലെ നമ്മുടെ മലയാള പത്രങ്ങളിൽ ഉൾപ്പെടെ വന്നത് ആധാർ ഉൾപ്പെടെ ചേർക്കാൻ മനോരമയുടെ പ്രധാന മനോരമയിലുണ്ടായിരുന്നു. അത് തെറ്റാണ്, അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല എന്ന് അമിത് മാളവിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടംപ്റ്റാണ്, കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആധാർ അല്ലാത്ത, നമ്മളിപ്പോൾ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആധാർ പൗരത്വ രേഖയല്ലാത്തത് കൊണ്ട് മറ്റ് രേഖകൾ അവിടെ 99% ആളുകൾ ഹാജരാക്കിയെന്നേ. അതിന് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിനെ പോലുള്ള ഇന്ത്യൻ മുന്നണിയുടെ ആളുകൾക്ക് വോട്ടർമാരെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം രേഖകൾ ഇല്ലാത്തവർക്ക് അത് സംഘടിപ്പിക്കാനും സഹായിക്കുകയാണല്ലോ വേണ്ടത്. അതായത് വോട്ടർമാരെ ശരിക്കും വോട്ടർമാരാക്കാനുള്ള ശ്രമങ്ങളിൽ സഹായിക്കുകയാണ് അവർ വേണ്ടത്. അതിന് പകരമാണ് ഈ പോഴത്വം പറഞ്ഞ് നടക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.